ജിഞ്ചർ പഞ്ചിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. നമുക്ക് ജിഞ്ചർ പഞ്ച് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു 100 ഗ്രാം ഇഞ്ചി. അത് തൊലി കളഞ്ഞ് ചതച്ചെടുക്കുക. ചതച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് തലേദിവസം തന്നെ ഒരു 750 ml വെള്ളത്തിൽ ഇട്ട് വെക്കുക. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ വെള്ളം തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ഇഞ്ചി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഭാഗം ഇങ്ങനെ ഊറി വരും. അപ്പോൾ അത് നമുക്ക് ആ തെളിഞ്ഞ് ഇഞ്ചിയായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇച്ചിരി എരിവൊക്കെ കൂടുതലായിട്ട് വരും, അല്ലെങ്കിൽ ആ ജിഞ്ചറിൻ്റെ ടേസ്റ്റ് ഇത്തിരി മുന്നോട്ടായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ തെളിഞ്ഞ് വെള്ളം എടുക്കാൻ പറയണത്. ഈ ഇഞ്ചിയുടെ വെള്ളത്തിൽ 1 കിലോ പഞ്ചസാര ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊരു സിറപ്പായി കിട്ടി. ഈ ഇഞ്ചിയിട്ട വെള്ളവും പഞ്ചസാരയും കൂടി തിളപ്പിക്കുമ്പോൾ പതപോലെയൊക്കെ വരാണെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ടൊന്ന് അതെടുത്ത് കളഞ്ഞേക്കട്ടോ. ഓക്കെ, ആ തെളിഞ്ഞ് വന്ന ഇഞ്ചിയുടെ വെള്ളത്തിൽ ഞാൻ 1 കിലോ പഞ്ചസാര ചേർത്ത് സിറപ്പാക്കി വെച്ചതാട്ടോ. അത് കളറാണ്ടോ, സിറപ്പാക്കി വെച്ചതാണ്. ഇത് ഫുള്ളായിട്ട് നമുക്ക് ചൂടാറി കിട്ടണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാം. 25 നാരങ്ങയാണ് ഞാനിതിൽ പിഴിഞ്ഞോ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന നാരങ്ങയാണ് ഉപയോഗിക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് നേരിയ ചൂടുള്ള വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിഴിയുമ്പോൾ അപ്പോൾ നമുക്ക് നല്ലോണം നാരങ്ങയുടെ നീര് കിട്ടും. അപ്പോൾ അതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നാരങ്ങ പിഴിഞ്ഞിട്ട് ഇതൊരു ഞാൻ അളന്ന് നോക്കിയിട്ട് എനിക്കൊരു 300 ml, ഒരു 300 ml നാരങ്ങയുടെ നീര് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പിഴിഞ്ഞെടുത്ത ലെമൺ ജ്യൂസ് നമ്മുടെ ജിഞ്ചറിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ എല്ലാം കൂട്ടിയിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഇത് ഏതെങ്കിലും ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്കങ്ങ് സൂക്ഷിച്ച് വെക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊരു 3-4 ആഴ്ച വരെ കേടുകൂടാതെ നമുക്കിത് ഉപയോഗിച്ച് വരാം. ജിഞ്ചർ പഞ്ച് റെഡിയായി. നമുക്കിനി സെർവ് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസിൻ്റെ 1/3 പോർഷൻ നമുക്ക് ജിഞ്ചർ പഞ്ച് ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമുക്ക് സോഡയോ അല്ലെങ്കിൽ വാട്ടറോ ഒന്നും ഇറക്കാം കേട്ടോ. പിന്നെ നമുക്കിതിൽ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട. ഇനി ഇതിൽ മധുരം കുറവുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ജിഞ്ചർ പഞ്ച് ഒഴിച്ചു കൊടുക്കാം. സെർവ് ചെയ്യുമ്പോൾ ഐസ് ആഡ് ചെയ്യുക. ഇനി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മിൻറ്റിൻ്റെ ലീവ്സോ അതേപോലെ തന്നെ ലെമണിൻ്റെ സ്ലൈസസോ നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി സെർവ് ചെയ്യുമ്പോൾ ഒരു ലുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിച്ചോളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.